മെമ്പറെ, നമ്മളിങ്ങനെ ഒരേ പ്രാവശ്യം വട്ടം കൂടിയിരുന്ന് വർത്താനം പറഞ്ഞോണ്ട് ഒരു കാര്യമില്ല. കുറെ നാളായിട്ട് പുലിയുടെ ശല്യം ഇല്ലാണ്ടായപ്പോ തീർന്നെന്ന് കരുതിയതാ. അതെ, ഇതിപ്പോ ആടിനെയും കോഴിയൊന്നുമല്ല, വീണ്ടും മനുഷ്യനെ തന്നെയാ കൊണ്ടുപോയേക്കുന്നത്. ഇതിപ്പോ നമ്മൾ എന്നാ ചെയ്യാൻ? ഫോറസ്റ്റുകാരെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. ബെസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം റേഞ്ചറുടെ മോനെ പുലി കൊണ്ടുപോയപ്പോ ഇത് തന്നെയാ പറഞ്ഞത്. അവരെ കൊണ്ട് ഒരു ഒലക്കെ നടക്കൂലെന്ന്. നിങ്ങളൊന്ന് സമാധാനായിട്ടിരിക്കേ, നമുക്ക് ക്ഷമയോടെ കാര്യങ്ങൾ നീക്കാം. എന്നാ പിന്നെ സമാധാനത്തിന്റെ മാർഗത്തിൽ പുലിക്കൊരു കത്തെഴുതാം. എന്റെ പുലിക്കുട്ടാ, നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് സമാധാനത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാന്നും പറഞ്ഞു. അല്ല പിന്നെ ജംബു പറഞ്ഞാലും കാര്യമുണ്ട്, നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇരിക്കേ, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് ഞാനൊരു ഐഡിയ പറയാം. ഇത്തിരി റിസ്കാ. നമുക്കൊരു വേട്ടക്കാരനെ കൊണ്ടുവന്നാലോ? മെമ്പറേ, അതൊക്കെ വലിയ നിയമ പ്രശ്നമാണ്. മെമ്പർ അകത്ത് പോയി കിടക്കേണ്ടി വരും. വന്യജീവികളെ കൊല്ലാൻ പാടില്ലെന്നാണ് നിയമം. അതിന് കൊല്ലണമെന്ന് ആര് പറഞ്ഞു? പിടിച്ചാ മതി, നല്ല കെണി വെച്ച് പുലിയെ പിടിച്ചാ മതി. അതിനിപ്പോ വേട്ടക്കാരെയൊക്കെ എവിടെ കിട്ടാനാ മെമ്പറേ? ഇനി അഥവാ കിട്ടിയാൽ തന്നെ അവർക്കുള്ള ചെലവും കാശും ഒക്കെ എങ്ങനെ കണ്ടെത്തുന്ന? നമ്മളെല്ലാരും കൂടി പിരിച്ചു കൊടുക്കണം. പിന്നെ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഞാനും അറേഞ്ച് ചെയ്യാം. കാശിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അത് എത്രയാണേലും ഞാൻ മുടക്കിയോളാം. അതിനും ഈ പാവം നാട്ടുകാർ തന്നെ പലിശ തരേണ്ടി വരുമോ ബൈജു? വേണ്ടച്ചോ, പക്ഷെ വേട്ടക്കാരനെ എങ്ങനെ കിടത്തും? അതിനൊരു വഴിയുണ്ട്. പണ്ട് ഇതുപോലൊരു മലയോര ഗ്രാമത്തിൽ പുലിയെ പിടിച്ചു കൊടുത്ത ഒരാളുണ്ട്, വാറുണ്ണി. അങ്ങ് കുന്നംകുളത്താ. അവിടെ എൻ്റെ ഒരു പരിചയക്കാരനുണ്ട്. ഞാനൊന്ന് വിളിച്ചു നോക്കാം, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ. എന്നാ പിന്നെ തൽക്കാലം നമുക്ക് പിരിയാം. ഇത് പീലി എന്ന് വിളിക്കപ്പെടുന്ന ഫിലിപ്പോസ്. ഈ പ്രദക്ഷിണത്തിൽ കയറിപ്പറ്റിയതിന് പീലിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. എന്നാ പറ്റിയേട്ടോ? മുണ്ട് കുന്നത്തല്ലയോ? അല്ല, പാലക്കുന്നേല. അതല്ല, ഷണ്ടിയുടെ കാര്യമേ. അയ്യോ, കണ്ടോ? ആ പിന്നെ ഒരു കാര്യം ചെയ്യ്, ആ മുണ്ട് ശരിക്കും കൊടുക്കും, ഞാൻ പിടിക്കാം. ശരി കൊടുത്തിട്ടോ കേട്ടോ. ഈ പ്രണയാർദ്രമായ നോട്ടം കണ്ടാൽ സാക്ഷാൽ ഋത്തിക് റോഷൻ പോലും നമിച്ചു പോകും. ഒറ്റ നോട്ടത്തിൽ വളക്കലാണെന്ന് തോന്നുമെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, വളക്കലല്ല പൊട്ടിക്കലാണെന്ന്. ഇത് ഷാജി, ഈ ഗ്രൂപ്പിലെ മൂന്നാമൻ. അതായത് ദേ ഇങ്ങനെയൊക്കെ തന്നെ. അച്ഛോ, കള്ള മാല പൊട്ടിച്ചോണ്ട് ഓടിയച്ചോ. നോക്കി നിൽക്കാതെ പോയി പിടിക്കാം. അച്ഛോ, പൊന്നും കുരിശ്. ആരാത്? ആരത്? കർത്താവേ, തിരിഞ്ഞു നോക്കല്ലേ? അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ഞാൻ എങ്ങോട്ട് നോക്കില്ല. എന്താ തിരിച്ചു വിട്ടു? നാട്ടുകാർ വയലണ്ടാ. അവിടുന്ന് വരുന്നവന്റെ വയലണ്ടാ. അവിടുന്ന് പൊന്നുണ്ടാ. നാശം, ഒരു മാല പൊട്ടിക്കാൻ പഠിച്ചിട്ടില്ല തെണ്ടികൾ. മാല പൊട്ടിച്ചൊക്കെ കറക്റ്റാ. പെണ്ണിന്റെ ഒലക്കമില്ല റൊമാൻസാ മൊത്തം. എന്ത് റൊമാൻസ്? ചേട്ടായ പോലെ ഒന്നും വരില്ല. പിന്നെ ചാടി ഓടിയാലേ ഒന്നും നോക്കണ്ട. സറണ്ടർ എന്ന് വെച്ചാല് മതിൽ ഞാൻ ഒന്നും മിണ്ടായിരിക്കണം. എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം? പൊന്നും കുരിശടിച്ചു മാറ്റിട്ടെ, എന്താ പ്രശ്നം? അത്രേ ഉള്ളൂ. അച്ഛനെ ഇങ്ങോട്ട് വന്നേ. ഇനി കളയല്ലേ? ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ അച്ഛാ മാല. ഇനി നമ്മൾ യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് വേണ്ട. കുരിശ് കിട്ടി, മാല കിട്ടി, ഇല്ലേ? എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. അന്തോളിപ്പിന്റെ ഡ്യൂറേഷൻ ഇപ്പൊ തീരും. പോയി പിടിക്കേ. ഒരു മോഷ്ടിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല.
പള്ളി എന്തിനങ്ങോട്ട് വന്നേ? കുമ്പസാരിക്കാൻ വന്നാലല്ലേ, വന്നു വിട്ടാലേ. ഇപ്പൊ നാട്ടുകാർ നമ്മൾ അന്വേഷിച്ച് പുറത്ത് പരക്കാൻ വയ്യായിരിക്കും. ഒറ്റ മനുഷ്യൻ ഇവിടെ കാണത്തില്ല. അപ്പോ ഇവിടെയാണ് സേഫ്. എൻ്റെ കർത്താവേ, നിനക്ക് ഒരു കുരിശല്ല ചുമക്കേണ്ടി വന്നുള്ളൂ. എൻ്റെ ഇടവും വലവും കുരിശുകളാ. ഇപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് കുരിശായ. പിന്നല്ലാണ്ട് നിന്റെയൊക്കെ മാലപൊട്ടിക്കൽ പാളിയതല്ലേ ഈ കുരിശിന് മൊത്തം കാരണം. ഇല്ലായിരുന്നെങ്കിൽ ആ പൊന്നും കുരിശുമായിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടേനെ. ഹലോ, ആ അതെ, പൗലോസ് മുതലാളിയാണ്. ഓ സാറായിരുന്നോ? ആ എന്തേലും വിവരം ഉണ്ടെങ്കിൽ അറിയിച്ചേക്കണേ. ഓക്കെ ഓക്കെ. ആരാ? സ്റ്റേഷനിൽ നിന്ന് SI ആയിരുന്നു. അവന്മാരെ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നു എന്ന് വിവരം കിട്ടിയെന്ന്. ഈ പോലീസുകാരെ സമ്മതിക്കണം. നിമിഷ നേരം കൊണ്ടല്ലോ ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കണം. എന്നാ പൗലോസ് ചെല്ല്, ഞാനൊന്ന് കിടക്കട്ടെ. ശരി അച്ചോ. എടാ, ഓ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെക്ക്. എന്നാ ഓട്ടോടാ അവന്മാര് ഓടിച്ചത്. ശരി ചെല്ല്. ഹലോ, ആരാ? ആഹാ, എന്നാ സാധാവ രാത്രിയിൽ എന്നതാ? പുലി ഇറങ്ങിന്നാ? വാറുണ്യ വേട്ടക്കാരൻ? ആ, ഞാനൊന്ന് നോക്കട്ടെ. അവനുണ്ടെങ്കിൽ പറഞ്ഞേക്കാം. ശരി എന്നാ, ഓക്കെ. അച്ചോ, ഹീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. വെള്ളം ഇപ്പൊ ചൂടാവേ. ആ, നീയേ ആ വേട്ടക്കാരൻ വാറുണ്ണിയുടെ വീട് വരെ ഒന്ന് പോകണം. എന്നാത്തിനാ അച്ചോ? കുരുതിമലക്കാവിന്നേ എൻ്റെ പഴയൊരു പരിചയക്കാരനെ വിളിച്ചേ. അവിടെ പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന്. നാട്ടുകാരെല്ലാരും കൂടെ പിരിച്ചേ 5 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞേക്കുന്നേ. അയ്യോ. ആ പിന്നെ അവിടെ ചെന്നിട്ട് ആ മെമ്പർ സഹദേവനെ കണ്ടാ മതി എന്ന് പറ. ശരി അച്ചോ, എന്നാ ശരി. കർത്താവായിട്ടാണ് നമ്മളിവിടെ എത്തിച്ചത്. മനസ്സിലായില്ല? ഇല്ല. നമ്മൾ നേരെ കുരുതിമലക്കാവിലേക്ക് പോകുന്നു, വേട്ടക്കാരായിട്ട്. തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ ഞാൻ നോക്കിയിട്ടേ മാർഗമുള്ളൂ. എന്റെ ഇത് പുലിയാണ്, അല്ലാതെ ആടും പശുവൊന്നല്ല. അതിന് പുലിയെ പിടിക്കണമെന്ന് ആര് പറഞ്ഞു? നമ്മൾ ആ പേരും പറഞ്ഞ് അവിടെ ചെന്ന് സുഖിച്ച് കഴിയുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒതുങ്ങുമ്പോൾ പതുക്കെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നു. അതോളാം. അപ്പൊ എങ്ങനെ നമ്മൾ പോവല്ലേ കുരുതിമലക്കാവിലേക്ക്? പിന്നെ അല്ല, പിന്നെ അല്ല. കർത്താവേ, താങ്ക്സ് ഉണ്ട് ട്ടാ. താങ്ക്സ് വെരി മച്ച്. ഈ അവസ്ഥയാക്കരുതേ. ഹലോ, എഴുന്നേക്ക് എഴുന്നേക്ക്. എണീക്കടാ. എത്തിയില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് തിരിഞ്ഞു പോകും. കുരുതിമലക്കാവിലേക്ക് ഇവിടുന്ന് ജീപ്പ് കിട്ടും. എന്നാ ഓക്കെ. ഓക്കെ, അപ്പൊ എപ്പോഴെങ്കിലും വെച്ച് കാണാം. ഓ അപ്പൊ ഓക്കെ, റൈറ്റ്. ആ ചേട്ടാ, 3 ചായ. എനിക്ക് വേണ്ട, വയറിന് ചെറിയൊരു പ്രശ്നം. അപ്പൊ 2. നീ എന്നൊരു പത്രം വാങ്ങിക്കുക. നമ്മുടെ പടങ്ങാനും പത്രത്തിലുണ്ടെങ്കിൽ പണി പാളും. ഇതിലില്ല. ഇതിൽ നോക്കിയിട്ട് കാണാനുള്ള ഉണ്ടെങ്കിൽ തന്നെ ഫോട്ടോ ഉണ്ടാവൂല, വാർത്തയിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇനി ധൈര്യമായിട്ട് പണി തുടങ്ങാനാ. കുരുതിമലക്കാവിൽ വീണ്ടും പുലിയുടെ ആക്രമണം. ഒരാൾ കൊല്ലപ്പെട്ടു. ഈ വർഷം 2ാം തവണയാണ് പുലിയുടെ ആക്രമണത്തിൽ കുരുതിമലക്കാവിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനവും വിലപിടിപ്പുള്ളതുമായ പഞ്ചലോക വിഗ്രഹം നിലകൊള്ളുന്ന കുരുതിമല ക്ഷേത്രം ഉൾപ്പെടുന്ന വനമേഖലയാണ് കുരുതിമലക്കാവ്. അപ്പൊ പോവല്ലേ? അതിന് ജീപ്പ് വരണ്ടേ? അയ്യടാ, അങ്ങനെ പോവാനല്ല, തിരിച്ച് വീട്ടിൽ പോവാന്ന്. പുലി അടിച്ച് കീറിനേക്കാളും ഭേദം പോലീസുകാർ ഇടിയും ജയിലേക്ക് തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന്. ആ, അത് കറക്റ്റാണ്.
അതുകൊണ്ടാണല്ലോ നമുക്കിപ്പോൾ ഈ വാർത്ത വായിക്കാൻ തോന്നിയത്. പൊട്ടാ ദേ നീ വാർത്ത ശ്രദ്ധിച്ചോ? ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനവും വിലപിടിപ്പുള്ളതുമായ പഞ്ചലോക വിഗ്രഹം ഉള്ള സ്ഥലമാണിത്. അതിന് എടാ അതൊക്കെ ഒന്ന് കണ്ടൂടെ? ഇന്ന് വന്നേ. എന്താണ് പോയി? അതെ, ആ വിഗ്രഹം നമ്മുടെ കയ്യിൽ കിട്ടിയ പുണ്യം കുരിശ് കിട്ടണ പോലെയല്ല, കോടികൾ. നമ്മൾ വേട്ടക്കാരായി അവിടെ ചെന്ന് നാട്ടുകാരുടെ വേണ്ടപ്പെട്ടവരാകുന്നു. എന്നിട്ട് അവർ പോലും അറിയാതെ നൈസായിട്ട് ആ വിഗ്രഹം അടിച്ചു മാറ്റുന്നു. നല്ല ഐഡിയ. അതിൻ്റെ ഇടയിൽ പുലിയും കൂടി വന്നാൽ നല്ല രസമായിരിക്കും. പിന്നെ കോടികളല്ല, കോടിമുണ്ടാവും പുതപ്പിച്ചെടുത്ത്. കംപ്ലീറ്റ് നെഗറ്റീവ് ആണല്ലോ. അല്ല, ഈ പുലി ഒരു പ്രശ്നം തന്നെയാണ്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല, സിമ്പിൾ അല്ലേ ഇതൊന്ന് പുലി. എന്റെ ബായ് മമ്മൂക്ക മൃഗ സിനിമയിൽ പുലിയെ പിടിക്കാൻ കണ്ടിട്ടുണ്ടോ? പുലിന്റെ കണ്ണ് തന്നെ കണ്ണെടുക്കാതെ നോക്കണം. ആ ലുക്കിൽ തന്നെ പുലി ഒന്ന് ഡൗൺ ആവും. പിന്നെ പുലി ചാടിക്കഴിഞ്ഞാൽ 2 കയ്യും പിടിച്ച് ഇങ്ങനെ പുലി ചീടിക്കണ വരെ ചെയ്യണം. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി ബാക്ക് കൂടി വന്ന് തലയ്ക്ക് ഒരു ഒറ്റയടിയാ. അത് സിനിമയാണ്, ഇത് ഒറിജിനല്. എന്റെ ബായ് വെറുതെ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളുണ്ടല്ലോ കൂടെ. പുലിനെ കൂടി കിട്ടിയ വിഗ്രഹവും പിന്നെ 5 ലക്ഷം രൂപയും. പിന്നെ ഞാൻ ഒരു ജോലിക്കും പോകില്ല കേട്ടോ. ഇപ്പൊ സർക്കാർ ജോലിയാണല്ലോ. ജോലി തുടങ്ങാൻ പോണല്ലേ, വേട്ടക്കാരുടെ ജോലി അല്ലേ ഏട്ടായി? കേൾക്കുമ്പോ ഒരു സുഖമൊക്കെ ഉണ്ട് കേട്ടാ. ഇല്ലേ? വെട്ടക്കാരൻ പീലി.